എന്തായാലും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ യു ഡി എഫുമായിട്ടുള്ള ഒരു ചർച്ച, കുറച്ച് ഒരു നീണ്ട ചർച്ച നടന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും ആളുകളൊക്കെ അങ്ങനെ ഒരു അംഗത്വത്തെ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഞങ്ങളുടെ മീറ്റിംഗ് ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ ഇവിടത്തേക്ക്. അപ്പോൾ എന്തായാലും ഒരു നല്ല ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. യു ഡി എഫ് ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളെയും അതിൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം യു ഡി എഫിന് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമീപനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട്. ആ ഒരു നിലപാട് അനുസരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലും വളരെ നീണ്ട കാലത്തുള്ള ചർച്ച ഞങ്ങളുടെ ഇടയിൽ തന്നെ തമ്മിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തമ്മിൽ നടന്നതിൽ എല്ലാവരുടെ ഒരു ഏക അഭിപ്രായം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുക, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുക, അതിലൂടെ ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ സാധ്യമാവുള്ളൂ. ഈ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് നോക്കിയാലും അതാണ് ഒരു ശരി എന്നുള്ള നിലയിലാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഇപ്പോൾ ഈ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നത് തുടങ്ങി. ഇപ്പോൾ ABIMൻ്റെ അരി പോലും കൊടുക്കുന്നില്ലേ. അത് 2001 ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ഒരു കുടിൽക്കെട്ടൽ സമരത്തിലൂടെയാണ് ശരിക്കും ആ പ്രക്രിയ കൊണ്ടുവന്നത്. അന്ന് ശരിക്കും UDF ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. 6 മാസത്തേക്കുള്ള ഒരു സൗജന്യ റേഷനായിരുന്നു പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളുടെ ഇടപെടൽ കൊണ്ട് അത് നിരന്തരമായിട്ടുള്ള ഒരു സൗജന്യ സംവിധാനത്തിലേക്ക് 2001 ശേഷം വരുവാണ് ചെയ്തത്. ഇപ്പോൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ഈ തസ്തിക പോലും നമ്മുടെ ഈ സമരത്തിനോടൊപ്പം ഉണ്ടാക്കിയത് അത് UDF ഗവൺമെൻറ് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ അതിൻ്റെ കരാറുണ്ടാക്കുന്നത്, ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത് ഒക്കെ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും 25,000 ഏക്കർ ഭൂമി കേരളത്തിലേക്ക് വിട്ടുകിട്ടണം ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതിൽ 19,000 ഏക്കർ ഭൂമി, ഹെക്ടർ ഭൂമി ഈ കേരളത്തിലേക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഇപ്പോൾ LDF പോലും പല സ്ഥലത്ത് ആളുകളെ കയറ്റി നിർത്തി അവരാണെന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഈ 19,000 ഏക്കർ ഭൂമി കിട്ടിയതിലാണ് അവർ കയറ്റിയിരിക്കുന്നത്. അവർ പ്രത്യേകിച്ച് ഒരു ഭൂമി കണ്ടെത്തി അവരെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെ അങ്ങനെ ചെയ്തതുപോലും അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ജനാധിപത്യ UDF പോലുള്ളൊരു ഗവൺമെൻറ്റാണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒരു സജീവ സാന്നിധ്യം അവരുണ്ടാക്കുകയും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ മര്യാദയാണ്. ഈ ആളുകളുടെ പ്രശ്നവും അവരുടെ ആവലാതിയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ജനാധിപത്യ UDF പോലുള്ള ഗവൺമെൻറ്റാണ് അത് ഒരു മാതൃകയായിട്ട് കേരളത്തിൻ്റെ തന്നെ മാതൃക എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഈ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു തീരുമാനവും ആലോചനയെടുത്തു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടത്തി. അതിപ്പോൾ അതിൻ്റെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളുടെ ആളുകൾ പല സ്ഥലത്തും ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ആളുകൾ പായസം വെച്ച് ആഘോഷം നടത്തുന്നു നമ്മളെ മുന്നണിയിൽ ഈ അസോസിയേറ്റ് ആയിട്ട് സ്വീകരിച്ചതിന് എന്നാണ് ആളുകൾ ഓരോ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ ആളുകൾ വളരെ സന്തോഷത്തിലാണ് എല്ലാ തലത്തിലും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അത്തരം ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അല്ല, ഇപ്പോൾ നമ്മളെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ വരുന്ന ആളുകൾക്കും ബാധകമാണല്ലോ.
സീറ്റ് പോലെയുള്ള അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ വരും. അത്തരം ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി പക്ഷെ നടത്തേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ. വയനാട് പോലുള്ളൊരു ജില്ലയിൽ വിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ല സ്വാധീനമുള്ള മേഖലയിലൊക്കെ സീറ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച നേരത്തെ നടന്നിട്ടുണ്ടോ? ആ രീതിയിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലം നടത്താവുന്നതാണ്. അല്ല, ആ കാര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ JRP പാർട്ടി ഒന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടിയായിട്ട് കൂടി ആലോചിച്ച് പാർട്ടിയുടെ എല്ലാ ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാടെടുക്കുള്ളൂ. ഇത്രയും കാലം NDA-യിലായിരുന്നല്ലോ, എങ്ങനെയാണ് ആ മുന്നണിയിൽ പോയതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റായ തീരുമാനമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് ഒരു തെറ്റായ തീരുമാനമായിട്ട് അതിനെക്കുറിച്ച് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നപ്പോൾ തന്നെ ആദ്യമേ പരിഗണിക്കേണ്ടിയിരുന്നത് LDF UDF പോലുള്ളൊരു പ്രസ്ഥാനങ്ങളായിരുന്നു. അവർ പക്ഷേ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ NDA പോലുള്ളൊരു മുന്നണി അത്തരം ഒരു പരിഗണന തരുകയും ചെയ്തപ്പോൾ അത് സ്വീകരിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതിരുന്നത് അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്.